ഹലോ എവരി വൺ, വീക്കെൻഡ് റിവ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വാട്ട് ഇഫ് എപ്പിസോഡ് 3-ൻ്റെയും 4-ൻ്റെയും സ്പോയിലർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അല്പം ഓഫായിരിക്കും. അല്പം ഡള്ളായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ വാക്സിൻ എടുത്തു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് അല്പം ബ്ലാ പോലെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ സംസാരമൊക്കെ ചിലപ്പോൾ സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. മേ ബി, ചിലപ്പോൾ, ഉറപ്പില്ല. സോ നേരത്തെ അറിയിച്ചതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇഫ് എപ്പിസോഡ് 3 and 4-ൻ്റെ സ്പോയിലർ റിവ്യൂ. ബൈ ദിസ് ടൈം എല്ലാവരും വാട്ട് ഇഫ് കാണുന്ന എല്ലാവരും ഈ എപ്പിസോഡ് 3ഉം 4ഉം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനിപ്പോഴൊരു സ്പോയിലർ വാർണിംഗ് തരികയാണ്. അപ്പോൾ എപ്പിസോഡ് 3 പറയുന്നത് വാട്ട് ഇഫ് അവഞ്ചേഴ്സ് ടീമേ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സാമുവൽ ജാക്സൻ്റെ നിക് ഫ്യൂറി ഈ പറയുന്ന അവഞ്ചേഴ്സിനെ അസംബിൾ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സിറ്റുവേഷൻ. ഇവരെ അസംബിൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവരെല്ലാവരും ഓരോന്നോരോന്നായി മരിക്കുന്നു. There was an idea to bring together a group of remarkable people. ഈ ഒരു സിറ്റുവേഷനാണ് എപ്പിസോഡ് 3 പറയുന്നത്. ഇവർ ഓരോ അവഞ്ചറും മരിക്കുന്നത് ഫേസ് 1-ൽ വന്ന പല സിനിമകളിലെ ഇൻസിഡൻസിനെ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ അയൺമാൻ മരിക്കുന്നത് അയൺമാൻ 2-ലെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സീനിലാണ്. ഹൾക്ക് മരിക്കുന്നത് ഇൻക്രെഡിബിൾ ഹൾക്ക് സിനിമയിലെ ഒരു ആക്ഷൻ സീനിനിടയിലാണ്. തോർ മരിക്കുന്നത് തോർ 1-ലാണ്. അപ്പോൾ ഇങ്ങനെ ആ സീനുകളുടെ ഒരു റിക്രിയേഷൻ ആണ് ആക്ച്വലി ഈ എപ്പിസോഡെന്ന് പറയുമ്പോൾ. നമുക്കെല്ലാം അറിയാം, എഡ്വേർഡ് നോർട്ടനെ മാറ്റിയിട്ട് പിന്നെ ഒരു മാർക്ക് റഫലോനെ കാസ്റ്റ് ചെയ്തു അവഞ്ചേഴ്സ് അസംബിൾ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നൈസായിട്ട് എഡ്വേർഡ് നോർട്ടനെ മാറ്റിയിട്ടുണ്ട്. ഈ എപ്പിസോഡ് പെട്ടെന്നൊരു ഡാർക്ക് ടേൺ എടുക്കും. അതായത് ഇതുവരെ വന്ന വാട്ട് ഇഫ് എപ്പിസോഡുകളിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള എപ്പിസോഡ് ഇതായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു പോയിന്റ് കഴിയുമ്പോൾ, ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ എന്നുള്ളൊരു ജാനറിൽ ഈ എപ്പിസോഡ് മൂവ് ചെയ്യും. കാണാത്തൊരു കാര്യമായിരുന്നു ആക്ച്വലി. മാർവൽ ഏത് സിനിമ എടുത്താലും നമുക്ക് ആ ഒരു ട്രാക്കിലുള്ള ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതായപ്പം ഈ സൂപ്പർ ഹീറോ ഒരു എപ്പിസോഡ് മാത്രമല്ല, മറിച്ച് അതിൻ്റെ കൂടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മിസ്റ്ററി തരുന്ന ഒരു എപ്പിസോഡും കൂടെ ആയിരുന്നു. നമുക്ക് ഒരു സം ലെവൽ ഓഫ് ആങ്സൈറ്റി ഒരു അവസാനത്തെ കില്ലറെ കാണിക്കുന്നവരെ നമുക്ക് കിട്ടുന്നുണ്ട്. ആരാണ് ഈ അവഞ്ചേഴ്സിനെ ഓരോന്നോരോന്നായി കൊല്ലുന്നതെന്നുള്ളൊരു ആങ്സൈറ്റി അവസാനം വരെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിലെ കില്ലർ ഈസ് നൺ അതർ ദാൻ ഹാങ്ക് പിം. ഹാങ്ക് പിം എന്ന് പറയുമ്പം ആദ്യത്തെ ആൻറ്റ്മാൻ ഫിലിം കണ്ടവർക്കറിയാം. അതിനകത്ത് സ്കോട്ട് ലാങ്ങിനെ ട്രെയിൻ ചെയ്യുന്നത് ഹാങ്ക് പിമ്മാണ്. അദ്ദേഹമാണ് ആൻറ്റ്മാൻ സൂട്ട് ഉണ്ടാക്കുന്നതും പിം പാർട്ടികൾ കണ്ടുപിടിക്കുന്നതും ഒക്കെ. അതിനകത്ത് ഫിലിമിൽ പുള്ളിക്കാരൻ്റെ മകളും വരുന്നുണ്ട്, ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ എപ്പിസോഡിൽ കില്ലറായി വരുന്നത് ആക്ച്വലി ഹാങ്ക് പിമ്മാണ്. ഹാങ്ക് പിം കില്ലറാവാനുള്ള റീസണായിട്ട് പറയുന്നത് നിക് ഫ്യൂറി പണ്ടൊരു മിഷന് വേണ്ടിയിട്ട് ഹോപ്പിനെ റിക്രൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ മിഷൻ ഇടയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീഫിലും അതിൻ്റെ ഒരു വിഷമത്തിലും നിക് ഫ്യൂറിയോട് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവഞ്ചേഴ്സ് ടീമിലെ എല്ലാവരെയും അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കില്ല് ഓഫ് ചെയ്യുന്നത്. ബട്ട് സത്യം പറഞ്ഞാൽ കില്ലറിനെ റിവീൽ ചെയ്തപ്പോൾ ഞാൻ അല്പം ഡിസപ്പോയിൻ്റായി. എന്താണെന്നറിയില്ല, നമ്മൾ കുറച്ചും കൂടെ ഒരു ഹൈപ്പ് നമ്മൾ വിചാരിച്ചിരുന്നു. ആ ഒരു കില്ലർ ആരായിരിക്കും എന്നുള്ളത് ഒരു 95% എപ്പിസോഡ് കാണുമ്പോഴേക്കും അവസാനം വന്നിട്ട് ഇങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അല്പം ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ആരായിരിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അവഞ്ചേഴ്സിനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊല്ലാൻ പറ്റുന്ന, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇവരെല്ലാവരെയും കാട്ടി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഇതുവരെ റിവീൽ ചെയ്തിട്ടുള്ളൂ, അതോ ഇനി പുതിയ ആരെങ്കിലും ആണോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പം. പക്ഷേ ഹാങ്ക് പിം തന്നെയാണ് കില്ലറായിട്ട് വരുന്നത്. സോ അത് കണ്ടപ്പോൾ അല്പം ഡിസപ്പോയിൻ്റായി ആ ഒരു റിവ്യൂവിൽ. പിന്നെ വളരെ ജാം പാക്ഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു എപ്പിസോഡ് 3. കാരണം ഒരുപാട് കഥകൾ പാരലായിട്ട് ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അവഞ്ചേഴ്സ് എല്ലാം ഒന്നിനെ പുറകെ ഒന്നായിട്ട് മരിച്ചു പോകുന്നു. ഇവരെ കൊന്നത് നട്ടാഷയും പിന്നെ ഹോക്കൈ ആണെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇവരെ ആ മേർഡറിനെ അവരെ ഫ്രെയിം ചെയ്യപ്പെടുന്നു. അതേസമയം ലോക്കിയുടെ ആർമിയായിട്ട് അവിടെ ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നു. അതുമാത്രമല്ല, ക്യാപ്റ്റൻ അമേരിക്ക ഇതുവരെ ഐസിൽ നീട്ടിട്ടില്ല. പിന്നെ ക്യാപ്റ്റൻ മാർവൽ ഒട്ടും എത്തിയതുമില്ല. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് ഒരുപാട് കഥകൾ പോകുന്നുണ്ട്. നല്ല ഫാസ്റ്റ് പേസിലാണ് ഈ എപ്പിസോഡ് മൂവ് ചെയ്യുന്നത്. ഓവറോൾ പറഞ്ഞാൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു എപ്പിസോഡ് 3. എപ്പിസോഡ് 4 ആണ് ആക്ച്വലി ഇതുവരെ ഇറങ്ങിയ എല്ലാ എപ്പിസോഡിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. കാരണം ഒരു ഷേക്സ്പിയറിയൻ ലെവൽ ഓഫ് ട്രാജഡിയൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്കും. ഇപ്പം മാർവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സേഫ് സോണിൽ നിൽക്കുന്നതാണ് കമ്പയർഡ് ടു DC. അങ്ങനെ ഒരു
ചലഞ്ചിങ് ആയിട്ട് അവർ അവസാനമായിട്ട് ട്രൈ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇൻഫിനിറ്റി വാറാണ്. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. ഇൻഫിനിറ്റി വാറിലായിരുന്നു ആ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ ഫിലിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇൻഫിനിറ്റി വാറിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയത് ഈ എപ്പിസോഡ് 4ൻ്റെ അവസാനമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ഒരുപാട് സിനിമകളുടെയോ അല്ലെങ്കിൽ സീനുകളുടെ റിക്രിയേഷനും റെഫറൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ സ്ട്രേഞ്ചിൽ ഫോക്കസ്ഡ് ആണ് ഈ കഥ. ഡോക്ടർ സ്ട്രേഞ്ച് ഫിലിം കണ്ടവർക്കറിയാം, അതിനകത്ത് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് പുള്ളി ഡിപ്രഷനിലേക്ക് മൂവ് ചെയ്യുകയും പിന്നെ അവിടുന്ന് ഒരു ജേണി പോയി പിന്നെയാണ് സോസർ സുപ്രീമൊക്കെ ആകുന്നത്. നമ്മൾ ഫിലിം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ആൾട്ടർനേറ്റ് പോസിബിലിറ്റിയാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ സ്ട്രേഞ്ചിൻ്റെ കൈകളല്ല അവിടെ ആക്സിഡൻറ്റിൽ പുള്ളിക്ക് പ്രോബ്ലം ആവുന്നത്. പകരം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് മരിച്ചു പോകുന്നതാണ് ആക്സിഡൻറ്റിൽ. പുള്ളി അതിനുശേഷം ജേണി ചെയ്ത് സോസർ സുപ്രീമായി തിരിച്ച് വന്നപ്പോഴും പുള്ളിയുടെ മൈൻഡിൽ ഈ ഒരു വേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു മൊമെൻറ്റിൽ പുള്ളിക്കാരിയെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താകുമായിരുന്നു, വാട്ട് ഇഫ് അങ്ങനെ രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോഴാണ് ഡോക്ടർ സ്ട്രേഞ്ച് ആലോചിച്ചപ്പോൾ മനസ്സിലായത് പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ടൈം സ്റ്റോൺ ഉണ്ട്, തിരിച്ച് റിവൈൻഡ് ചെയ്ത് പുറകോട്ട് പോയി ഹീ ക്യാൻ ചേഞ്ച് തിങ്സ്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലെ ആ ഒരു മൊമെൻറ്റിലേക്ക് പുള്ളിക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് പുള്ളിക്കാരൻ എന്നിട്ട് തിരിച്ച് പുറകോട്ട് പോയി ട്രൈ ചെയ്യാൻ നോക്കുന്നു ഗേൾഫ്രണ്ടിനെ രക്ഷിക്കാൻ. എന്തൊക്കെ ചെയ്തിട്ടും പുള്ളിക്കാരിയെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അവർ വീണ്ടും വീണ്ടും മരിക്കുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് കാണേണ്ടി വരുന്നു. ഈ എപ്പിസോഡ് കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് ഓർമ്മ വന്നത് എഡ്ജ് ഓഫ് ടുമാറോ സിനിമയാണ്. അതിനകത്ത് ലിവ് ഡൈ റിപ്പീറ്റ് എന്നുള്ളൊരു തീമാണല്ലോ ആ ഫിലിമിലുള്ളത്. പക്ഷേ ഈ എപ്പിസോഡിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള എപ്പിസോഡിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരേ എപ്പിസോഡിൽ തന്നെ 2 ടൈം ലൈൻ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ റിക്ക് ആൻഡ് മോർട്ടിലൊരു എപ്പിസോഡുണ്ട്, അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ടൈം ലൈൻസ് കാണിക്കും, ഇങ്ങനെ ബോക്സ് ആയിട്ട്. റിക്ക് ആൻഡ് മോർട്ടിൽ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. Our time is fractured. You two somehow created a feedback loop of uncertainty that split our reality into 2 equally possible impossibilities. We're exactly like a man capable of sustaining a platonic friendship with an attractive female co-worker. We're entirely hypothetical. Confusion of the highest order. 2 ടൈം ലൈനായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട് ഇവിടെ. ഒരു ടൈം ലൈനിൽ ഡോക്ടർ സ്ട്രേഞ്ച് സോസർ സുപ്രീമായിട്ടും ടൈം സ്റ്റോൺ ഉപയോഗിച്ച് പുറകോട്ട് പോയി ആ മൊമെൻറ്റ്സ് വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു, അത് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ബട്ട് വേറൊരു ടൈം ലൈനിൽ പുള്ളി വിചാരിക്കുന്നു, ഓക്കെ ഇതിങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഐ ഷുഡ് മൂവ് ഓൺ. അങ്ങനെ ഒരിക്കലും റിയാലിറ്റിയെ ബെൻഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പുറകോട്ട് പോയി ഇവൻറ്റ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വേറൊരു ഡോക്ടർ സ്ട്രേഞ്ചും. അപ്പം പിന്നീട് നമ്മൾ കാണുന്ന ഈ 2 ഡോക്ടർ സ്ട്രേഞ്ചുകളും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ്. കാരണം ഇവിടെ ഒരു റിഫ്റ്റ് ഉണ്ടായി, ഇവിടെ ഒരു ടൈം ലൈൻ വീണ്ടും ബ്രേക്കായി. അപ്പോൾ ഈ എഫേർട്ട് എടുക്കുന്നതിനിടയിൽ ഡോക്ടർ സ്ട്രേഞ്ച് 1-ന് തോന്നി ഇനിയും പവർ വേണം, ഇനിയും പവർ ഉണ്ടെങ്കിൽ ഇനിയും ചേഞ്ച് ചെയ്യാൻ കഴിയും എന്ന്, ഈ ഒരു മൊമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, റിയാലിറ്റി ബെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പുള്ളിക്ക് തോന്നി. അതിനായിട്ടുള്ള എഫേർട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് പുള്ളി. അപ്പോൾ ഏഷ്യൻ 1 വന്നിട്ട് ഈ 2ാമത്തെ ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഈ ആദ്യത്തെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പ്രവർത്തികൾ കാരണം യൂണിവേഴ്സ് തന്നെ ഇല്ലാണ്ടാകും എന്നുള്ളൊരു പോയിന്റ് എത്തുമ്പോഴാണ് ഇവിടെ ഹെൽപ്പ് ചോദിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് പിന്നീട് അവസാനത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് വില്ലൻ എന്നുള്ളൊരു ഫാക്ടറല്ല, ഒരു സൈഡിൽ വേൾഡ് ഇല്ലാണ്ടാകും എന്നുള്ളൊരു കാര്യം കൺവിൻസ് ചെയ്യിക്കാനാണ് ഡോക്ടർ സ്ട്രേഞ്ച് 2 ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഡോക്ടർ സ്ട്രേഞ്ച് അയാളുടെ ലവറിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒറ്റ തോട്ടിൽ മാത്രം ഒബ്സസ്ഡ് ആയിട്ട് അയാൾ 2ാമത്തെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഫൈറ്റ് ചെയ്യുന്നു. 2ാമത്തെ ഡോക്ടർ സ്ട്രേഞ്ചിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടൊരു ട്രാജഡിയാണ്. ഈ യൂണിവേഴ്സ് ഇല്ലാണ്ടാകുമ്പോൾ ആക്ച്വലി ഈ പറയുന്ന ലവർ തിരിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയും അതിൻ്റെ കൂടെ ഇല്ലാണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെല്ലാം വാച്ചർ കാണുന്നുണ്ട് ഒരു സൈഡിൽ നിന്നിട്ട്, എല്ലാ എപ്പിസോഡിലും കാണുന്ന പോലെ ബാക്കിൽ മറയത്ത് നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് വാച്ചറിൻ്റെ അടുത്ത്. അപ്പോൾ വാച്ചർ പറയുന്നത് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, ഐ എം സോറി, ഇത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുണ്ടായതാണ്, അൺഫോർച്ചുനേറ്റ്ലി ഹി കാൺ ഹെൽപ്പ് എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. സോ അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു റിപ്ലൈ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ച അവസാനം എല്ലാം ഓക്കെ ആവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ് ആക്ച്വലി. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന എൻഡിങ് അല്ലായിരുന്നു. സോ ഇതാണ് എൻ്റെ സ്പോയിലർ റിവ്യൂ ഓഫ് എപ്പിസോഡ് 3 and 4. അടുത്ത ആഴ്ച ബാക്കി എപ്പിസോഡുകളുടെ സ്പോയിലർ റിവ്യൂ ആയിട്ട് വരാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. താങ്ക് യു.